നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഡിസ്ട്രസ് അഥവാ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞെരുക്കം എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് സാമ്പത്തിക പ്രയാസങ്ങളും ഭൗതികമായ മറ്റു ബുദ്ധിമുട്ടുകളും മാത്രമാണെന്ന് ചിന്തിക്കരുത്. സമ്പന്നരായവർക്കും സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്നവർക്കും മാനസികവും ശാരീരികവും ആത്മീയവുമായ തലങ്ങളിലെ ഞെരുക്കങ്ങളെ നേരിടേണ്ടതായി വരുന്നുണ്ട്. ബാസാർ എന്ന എബ്രായ പദമാണ് ഡിസ്ട്രസ് ഞെരുക്കത്തിന് വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാരോ ഇടുക്കമെന്നും എ ടൈറ്റ് പ്ലേസ് ഒരു ഇറുകിയ സ്ഥലമെന്നുമൊക്കെയുള്ള അർത്ഥങ്ങൾ ബാസാർ എന്ന പദത്തിനുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് തോന്നിയാലും ജീവിതത്തിൽ ഞെരുക്കത്തോടെയും ഇടുക്കത്തോടെയും കഴിയുന്ന എത്രയോ പേർ നാം ജീവിക്കുന്ന സമൂഹത്തിലുണ്ട്. ഇന്നാരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരായുണ്ടെങ്കിൽ ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യം ഇന്നത്തെ നമുക്കുള്ള സന്ദേശമാണ്. 4-ാം സങ്കീർത്തനം 1-ാം വാക്യം, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. യു ഹാവ് എൻലാർജ് മീ വെൻ ഐ വാസ് ഇൻ ഡിസ്ട്രസ്. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഏറ്റവും ഇറുകിയ സ്ഥലങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, ഏറ്റവും ഞെരുക്കമായ അവസ്ഥകളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഒരു നിലവിളി ശബ്ദം മാത്രം മതി ദൈവം നമ്മുടെ നന്മയ്ക്കായി ഏറ്റവും മികച്ചതായ അവിടുത്തെ പ്രവൃത്തികൾക്കായി തുടക്കം കുറിക്കുവാൻ. നമ്മുടെ വ്യക്തിതലങ്ങളിൽ, കുടുംബജീവിതത്തിൽ, തൊഴിലിടങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, ആത്മീയ ശുശ്രൂഷയിൽ ഞെരുക്കത്തോടെ കഴിയുന്ന പലരും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം. തിരുവചനത്തിലെ ഒരു കഥാപാത്രമായ യബ്ബേസിന് നമ്മോട് പറയുവാനുള്ളത്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുക. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകുകയുണ്ടായി. ദാവീദിൻ്റെയും യബ്ബേസിൻ്റെയും ഞെരുക്കം മാറ്റി വിശാലത നൽകിയ അതേ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് നിശ്ചയമായും അനുഗ്രഹിക്കും. ഞെരുക്കത്തിനും വിശാലതയ്ക്കും ഇടയ്ക്ക് ഒരു നിലവിളിയുടെ ശബ്ദം മാത്രം മതി. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.